നോക്കി നോക്കി നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി. കലൂരിലെ കേസിൽ പോലീസ് നോട്ടീസ് നൽകുമെന്ന വാർത്തകൾക്കിടെയാണ് ദിവ്യ ഉണ്ണി കേരളം വിട്ടത്. അരുൺ, അതെങ്ങനെ ശരിയാകും? ഈ ദിവ്യ ഉണ്ണിയെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യുമെന്നൊക്കെയുള്ള വാർത്ത ഇന്നലെ നമ്മൾ കൊടുത്തതാണ്. ഇന്നോ നാളെയൊക്കെ ആയിട്ട് അത്തരം ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതിവിദഗ്ധമായ രീതിയിൽ തുരപ്പം കൊച്ചുണ്ണി CID മൂസയുടെ കയ്യിൽ നിന്ന് മൂരിപ്പോയെന്ന്. തീർച്ചയായിട്ടും മൃദംഗമിഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ്, അല്ലെങ്കിൽ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറാണ് ദിവ്യ ഉണ്ണിയെ സംഘാടകർ ഉയർത്തിക്കാട്ടുന്നത്. ദിവ്യയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. പക്ഷേ നീ ഒന്ന് സഹായിച്ചു നോക്കൂ. അത് നടക്കൂ സ്വാമി. നടത്തിത്തരാം. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ ദിവ്യ ഉണ്ണിയെ മൊഴിയെടുക്കാൻ വിളിക്കും എന്ന് പോലീസ് നമ്മളെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ അതിനിടയിൽ തന്നെ ദിവ്യ ഉണ്ണി ഇപ്പോൾ കേരളം വിട്ടിരിക്കുകയാകുമ്പോൾ അവിടെ കളവ് നടക്കും, അടി നടക്കും, കൊലയും ബലാത്സംഗങ്ങളും നടക്കും. അങ്ങനെ കേസ് വരും. അന്യായക്കാരും പ്രതികളും പോലീസിന് കൈമടക്കും. കൂടുതൽ പണം തരുന്നവന് നീതി ലഭിക്കും. ഇതൊക്കെ ഏത് അണ്ടഘടാകത്തിലും നാട്ടു നടപ്പാ. കഴിഞ്ഞ രാത്രി 11:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. സിംഗപ്പൂർ വഴിയാണ് അമേരിക്കയിലേക്ക് പോയത്. അവർ കുറച്ചു നാളായിട്ട് അമേരിക്കയിലാണ് സ്ഥിരതാമസം. ഈ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. പരിപാടി നടത്തുന്നതിന് വേണ്ടിയാണ് അവർ അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിയത്. ഇപ്പോൾ ഈ കേസും കൂട്ടുമൊക്കെ ആയതിനു ശേഷം ഇവരെ ചോദ്യം ചെയ്യുമെന്ന്, അല്ലെങ്കിൽ മൊഴിയെടുക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഞങ്ങളുടെ ആൾക്കാരും ഉണ്ട്. അതിൽ നിൽക്കാതെ പോലീസ് അക്കാര്യത്തിൽ കൂടുതൽ നടപടി സ്വീകരിക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് അവർ തിരിച്ച് അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത്. പോലീസിന് ഇക്കാര്യത്തിൽ എങ്ങനെയായിരിക്കും ദിവ്യയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം അവരെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ സാമ്പത്തിക പിരിവൊക്കെ നടത്തുന്നത്. അവരുടെ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സംഘാടകർ ഈ പരിപാടി നടത്തിയത് എന്നുള്ളത് കാര്യം വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടികൾ വൻതോതിൽ വന്നതും. അതോടൊപ്പം തട്ടിപ്പാണല്ലേ, ആയം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നതും. അപ്പോൾ അക്കാര്യത്തിൽ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ദിവ്യ ഉണ്ണിക്ക് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ഞാൻ പോകുന്നു. ബൈ.